ഇന്ന് പറയുന്നത് കുട്ടികളിലെ വിരശല്യത്തെ കുറിച്ചാണ്. നിങ്ങൾ ആ വിരശല്യത്തെ കുറിച്ച് ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഏത് മരുന്ന് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഈ വിരയുടെ ശല്യം വളരെ കോമൺ ആണോ കുട്ടികൾ എന്നുള്ളതാണ്. യെസ്, വളരെ കോമൺ ആണ്. കുട്ടികൾ കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിക്കുക, അതുപോലെ ഇപ്പം ഹാൻഡ് ഹൈജീന് പോറായിരിക്കുക, ഈ നഖം കടിക്കുന്ന ശീലം ഉണ്ടാകുക, അതുപോലെ വായിൽ കൈ വെക്കുക, കൈയിടുക, ചെരുപ്പൊന്നും ഇടാതെ നടക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടികളിൽ ഈ വിരയുടെ ശല്യം വളരെ കോമൺ ആണ്. അപ്പം എങ്ങനെയാണ് ഈ വിര, ആ കൃമി അകത്തോട്ട് കടക്കുന്നത്? പ്രധാനമായും ഇതിൽ പറയുന്ന ഈ 5 മെത്തേഡ്സ് വഴിയാണ്. മെയിൻലി വൃത്തിയില്ലാത്ത കൈകളിൽ വായിലാക്കുമ്പോൾ, അതുപോലെ ഇപ്പം ചെരുപ്പിടാതെ നടക്കുക, കണ്ടാമിനേറ്റഡ് വാട്ടർ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, മണ്ണിൽ കളിക്കുക, ഇത്രയും കാര്യങ്ങൾ വഴിയാണ് ഈ വിര നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ അല്ലെങ്കിൽ വയറ്റിലെത്തുന്നത്. അപ്പം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് ആ കുട്ടികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? പല കേസിലും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പല കേസിലും. പക്ഷെ ഒരു കൂട്ടം കുട്ടികളിൽ പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് രാത്രി ചൊറിച്ചിൽ, അങ്ങനെ ചൊറിച്ചിലുണ്ടാകുമ്പോൾ ഉറക്ക പ്രശ്നം ഉണ്ടാവും, ഭാരക്കുറവ് ഉണ്ടാവുക, വിശപ്പ് ഇല്ലാതിരിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തക്കുറവ്. കാരണം ഈ നമ്മുടെ വയറ്റിലുള്ള വിര കാരണം ഒരുപാട് രക്തം പുറത്തോട്ട് പോകാറുണ്ട്. അപ്പം അതുവഴി രക്തക്കുറവ് ഉണ്ടാകാറുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. മറ്റു ചില ലക്ഷണങ്ങൾ വയറുവേദന, ചിലപ്പോൾ ഛർദി, അതൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ലക്ഷണങ്ങളാണ്. പക്ഷെ ചില കുട്ടികളിൽ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അത്രയും മനസ്സിലായല്ലോ. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്ക് ഇനി നമുക്ക് പറയേണ്ടത് എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് ചികിത്സിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് മുമ്പ് ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ, പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. നമുക്ക് ഏറ്റവും പ്രധാനമായി കേട്ടുവരുന്ന ഒരു 2 തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അടുത്തിലോട്ട് പോവാം. സ്വീറ്റ്, അതായത് മധുരം കുട്ടികളിൽ വിര ഉണ്ടാക്കുമോ? അതായത് മിഠായി കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വിര ഉണ്ടാകുമോ? ഇല്ല. അതിന്റെ ഫാക്ട് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയാണ്, അധികം മിഠായി കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വിര വരും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കുഞ്ഞ് രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് പല്ല് കടിക്കുന്നുണ്ട്, അത് വിരയുടെ ലക്ഷണമാണോ എന്നുള്ളതാണ് അടുത്തൊരു സംശയം. സത്യം പറഞ്ഞാൽ അതിന്റെ ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ, ഈ രാത്രി പല്ല് കടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബ്രൂക്സിസം. അത് കുഞ്ഞിന് വിരയുണ്ട് എന്നുള്ളതിന്റെ ഒരു ഡയറക്റ്റ് ലക്ഷണമല്ല. ഇവിടെ ഒരു കാര്യം ക്ലിയർ ആക്കേണ്ടതുണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ കുഞ്ഞ് രാത്രി പല്ല് കടിക്കുന്നുണ്ട് എന്ന് കരുതി അത് എന്തിനെ സൂചിപ്പിക്കുന്നില്ല, നിങ്ങളുടെ കുട്ടിക്ക് വിര ഉള്ളതിന്റെ ലക്ഷണമല്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ ബ്രൂക്സിസം, ഈ പല്ല് രാത്രി ഇങ്ങനെ കടിക്കാൻ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. അതായത് ഒരു പ്രോപ്പറായ സ്ലീപ്പ് കിട്ടാതെ ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് ആ ലക്ഷണം കാണിച്ചേക്കാം. മറ്റനവധി കാരണങ്ങളുണ്ട്. ഒരു കാരണം സ്ലീപ്പ് ഡിസ്റ്റർബൻസാണ്. പക്ഷെ വരെ വന്നു കഴിഞ്ഞാൽ രാത്രിയുള്ള ചൊറിച്ചിൽ കാരണം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. അപ്പൊ ആ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് മൂലം ഒരു പക്ഷേ ബ്രൂക്സിസം വരാം എന്നല്ലാതെ ഡയറക്റ്റ് അങ്ങനെ ഒരു കോസേഷൻ, വരെ വന്നാൽ നേരെ പല്ല് കടിക്കും, അങ്ങനെ ഒന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ പല്ല് കടിക്കുന്ന സ്വഭാവത്തോടൊപ്പം ഇത്രയും ലക്ഷണങ്ങൾ, അതായത് മലദ്വാരത്തിന്റെ അവിടെ ഇച്ചിങ്, വയറിന് അസ്വസ്ഥതകൾ, ഓർ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ച് വേറെ ഉണ്ടോ എന്ന് പരിശോധിക്കുക, അല്ലാതെ നേരിട്ട് ബ്രൂക്സിസമായിട്ട് ബന്ധമില്ല. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിരയെ എത്ര സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും പറഞ്ഞ് ചികിത്സിക്കാൻ പറയുന്നത്? കാരണം ഈ വിര അവിടെ നിന്ന് കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയപ്പെടുന്നതൊക്കെ. പോഷകാഹാരക്കുറവ്, പ്രത്യേകിച്ച് തൂക്കക്കുറവ് ഉണ്ടാവുക, രക്തക്കുറവ് ഉണ്ടാവുക, ശരിയായ വളർച്ച ഇല്ലായ്മ ഉണ്ടാവും, പഠിത്തത്തിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? കാരണം കുട്ടികൾക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതുപോലെ ചില കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ വിര വരാതിരിക്കാനുള്ള സ്റ്റെപ്പ് എടുക്കണം. അതോടൊപ്പം വിരക്ക് ചികിത്സിക്കുകയും വേണം. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നിങ്ങളെ കുട്ടികളിൽ വിരയുടെ ശല്യം ഒഴിവാക്കാം എന്നുള്ളത്. അതിനുള്ള ആദ്യത്തെ ഉത്തരം ഏതെങ്കിലും മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് മറ്റു പല സ്റ്റെപ്പുകൾ എടുക്കുക എന്നുള്ളതാണ്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാഷ് ഹാൻഡ്സ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കൈകളിലൂടെ, പ്രത്യേകിച്ച് നഖത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. അപ്പം അതുകൊണ്ട് ടോയ്ലറ്റ് യൂസിന് ശേഷവും അതോടൊപ്പം മണ്ണിൽ കളിച്ചു കഴിഞ്ഞാലൊക്കെ കുഞ്ഞുങ്ങളുടെ ഹാൻഡ് വാഷിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തത്, കുഞ്ഞുങ്ങളുടെ നെയിൽസ് ഷോർട്ടാക്കി വെക്കുക. കാരണം ഇവരുടെ മുട്ടകളൊക്കെ അതിൻ്റെ താഴെ ഉണ്ടാവുക. അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നെയിൽസ് കട്ട് ഷോർട്ട് ചെയ്യുക. നെയിൽ ബൈറ്റിങ് അല്ലെങ്കിൽ കൈ തംസക്കിങ്ങുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പതിയെ മാറ്റിയെടുക്കുക. അതൊരു വളരെ ചെറിയ പ്രായത്തിൽ 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സിന് താഴേക്ക് അത് മാറ്റിയെടുക്കൽ പാടാണ്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കാം, അത് ഒഴിവാക്കാം.
അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾ പോലെയുള്ളത് ക്ലീൻ ആക്കി മാത്രം ഉപയോഗിക്കുക. കാരണം അതിൻ്റെ പുറത്തൊക്കെ ഈ വരയുടെ മുട്ടകൾ ഉണ്ടാകാം, അതുവഴി ട്രാൻസ്മിഷൻ ഉണ്ടാകാം. അതോടൊപ്പം സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടേഴ്സ്, അത് ഫുഡ്, ഇത് സേഫ് ആയിട്ടുള്ള മാത്രം ഉപയോഗിക്കുക. പുറത്ത് ഇറങ്ങുന്ന സമയത്ത് അഴുക്കായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളുടെ കുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സ്ലിപ്പേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ ഫുട്വെയർ ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം. ടോയ്ലറ്റിങ് വളരെ വൃത്തിയുള്ളതും ശുചിത്വമുള്ളതും ആയിരിക്കണം. കാരണം അതാണ് മറ്റൊരു വഴി, മറ്റൊരു കുട്ടികൾ ആളുകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പടരാനുള്ള മറ്റൊരു വഴി. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻസും ഈ ഹാൻഡ് വാഷ് പ്രാക്ടീസസ് ഒക്കെ പഠിപ്പിക്കുക, അത് ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഇത്രയാണ് മെഡിസിൻ അല്ലാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെ ഇത് ഈ വരെ നിങ്ങളെ കുട്ടികൾക്ക് നിയന്ത്രിക്കാം എന്നുള്ളത് ഉള്ള സ്റ്റെപ്പുകൾ. ഇത് എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടിക്ക് വരെ വരാതിരിക്കാൻ മരുന്ന് കൊടുക്കേണ്ടതുണ്ട്, ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താണ്? അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ സ്റ്റെപ്പുകൾ എടുക്കാന്നുള്ളതാണ്. ഇത്രയും സ്റ്റെപ്പുകൾ എടുത്തതിന് ശേഷം അടുത്തതാണ് മെഡിക്കൽ പ്രിവെൻഷൻ അഥവാ ഡീവേമിങ്. വരക്കുള്ള മരുന്ന് കൊടുക്കുക. എങ്ങനെ കൊടുക്കാം? സിറപ്പ് ആൽബൻഡസോൾ, ഈ മരുന്നാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അവരോട് ചോദിക്കേണ്ട കാര്യം, ആൽബൻഡസോളിന്റെ സിറപ്പ് 5 ml കണ്ടെയ്ൻ 200 mg. ഓരോ 5 ml 200 mg വരുന്ന സിറപ്പുകൾ ചോദിച്ചു വാങ്ങുക. അതെങ്ങനെ മനസ്സിലാക്കാം? ഇപ്പൊ ഇതിൽ കണ്ടോ, ഇതാണ് ആൽബൻഡസോളിന്റെ സിറപ്പ്. ഇതിൽ എഴുതിയ കണ്ടോ, അതായത് ഈച്ച് 5 ml കണ്ടെയ്ൻ 200 mg. ഇങ്ങനെയുള്ള ഈ സിറപ്പ് വാങ്ങിച്ച് ഡോസ് എങ്ങനെയാ? 1 വയസ്സിന്റെയും 2 വയസ്സിന്റെ ഇടയ്ക്കുള്ള കുട്ടികൾക്ക് 5 ml, 1 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ കൊടുക്കേണ്ടതില്ല. 2 വയസ്സ് പൂർത്തിയായത് മുതൽ 10 ml ഒരിക്കൽ കൊടുത്താൽ മതി. 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ കൊടുത്താൽ മതി. കൃത്യമാണോ? കൃത്യമാണ്. അപ്പം നിങ്ങളെ കുട്ടിക്ക് വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം പറഞ്ഞ ആ സ്റ്റെപ്പുകളെല്ലാം എടുക്കുക, അതിൻ്റെ കൂടെ മരുന്ന് 6 മാസം കൂടുമ്പോൾ കൊടുക്കുന്നത് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു ചോദ്യം വരും എല്ലാ കുട്ടികൾക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാ കുട്ടികൾക്കും 6 മാസം കൂടുമ്പോൾ ഈ ഡീവേമിങ്ങിന്റെ മരുന്ന് കൊടുക്കണോ എന്നുള്ളത് മിക്ക പാരൻസിന്റെ ചോദ്യമാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ ഈ വരയുടെ ശല്യം എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് നമ്മൾ WHO പറയുന്ന പ്രകാരം നമ്മുടെ നാടുകൾ ഇന്ത്യയിൽ ഈ ചുവപ്പ് കാറ്റഗറിയിൽ, അതായത് 50% മുകളിൽ പ്രിവലൻസ് ഉണ്ട്. അപ്പോൾ 50% മുകളിൽ പ്രിവലൻസ് ഉള്ള നാടുകളിൽ കഴിയുന്നതും 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് WHO പറയുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായി. അങ്ങനെ കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻസ് ഗവൺമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി നിങ്ങളെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2015 തൊട്ടൊക്കെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ഡീവേമിംഗ് ആയിട്ടുള്ള 2 ദിവസങ്ങളുണ്ട്. ഫെബ്രുവരി ഓഗസ്റ്റ് മാസങ്ങളിൽ 2 ദിവസങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 മാസത്തെ ഗ്യാപ്പ് ആവുമല്ലോ. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികൾക്ക് വരയുടെ മരുന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? അങ്ങനെ ആകുമ്പോൾ കൃത്യമായി 6 മാസം ഇടവേള കിട്ടുമല്ലോ. അത് അംഗനവാടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നാണ് കൊടുക്കുക. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നിങ്ങൾ അംഗനവാടികളിൽ പോയി ചോദിക്കുക ഈ ദിവസങ്ങൾ, അത് മുൻകൂട്ടി അറിയിക്കും. 5 വയസ്സിന് മുകളിലാണെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടും. അങ്ങനെ അതാണ് ഒരു ഓപ്ഷൻ. ഇനി അതിൽ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയില്ല, ആ ദിവസം മിസ്സായിപ്പോയി, അപ്പോൾ പിന്നെ നിങ്ങൾ സ്വന്തം എന്ന നിലക്ക് നിങ്ങളെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നേക്കാം. ഇവിടെയാണ് ആരുടെ ഇമ്പോർട്ടൻസ് വരുന്നത്? ഈ പ്രവാസികളായ ആളുകളുടെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ്. കാരണം ഗൾഫിലായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് യൂറോപ്പ് അല്ലെങ്കിൽ USA പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന പ്രവാസികളായ പാരൻസ് അവിടെ ഈ നാഷണൽ പ്രോഗ്രാമില്ലല്ലോ. അപ്പം അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന സംശയം, എൻ്റെ കുട്ടിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കണോ എന്നുള്ളത്. അതുപോലെ തന്നെ നാട്ടിലുള്ള പാരൻസ് ഈ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഞാൻ സ്വന്തമായി ഫാർമസി പോയി മരുന്ന് വാങ്ങിച്ചു കൊടുക്കണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 6 മാസത്തിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മാസം കൂടുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ അത് കൊടുത്തില്ല എന്ന് കരുതി പ്രശ്നമില്ല. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഈ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും അധികം ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്? ഈ പറയപ്പെടുന്നതാണ് റിസ്ക് ഫാക്ടേഴ്സ്. എന്തൊക്കെയാ? നിങ്ങളൊരു റൂറൽ ഏരിയസിൽ, അതായത് ഈ വര അധികം സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റൂറൽ ഏരിയസിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ കുട്ടി എപ്പോഴും ബെയർ ഫുട്ടായി പുറത്ത് പോകുന്നുണ്ട്, മണ്ണിനോട് നല്ല എക്സ്പോഷർ വരുന്നുണ്ട്, നഖം കടിക്കുന്ന ശീലമുണ്ട്, ഇടവിട്ട് മലദ്വാരം ചൊറിയുന്ന ഒരു സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്, കുട്ടിക്ക് പലപ്പോഴായിട്ട് വരയുടെ ശല്യം മുമ്പ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ മറ്റാളുകൾക്ക് ഉണ്ട്, അതുപോലെ കുട്ടിക്ക് വളർച്ചയുണ്ട്, തൂക്കക്കുറവുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മാസം കൂടുമ്പോൾ വാങ്ങിച്ച് കൊടുക്കണം. അഥവാ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടില്ല എങ്കിൽ കൂടി. അപ്പോൾ നിങ്ങൾ പുറത്താണെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുള്ള നിങ്ങളുടെ ഹോസ്പിറ്റലിലോ നിങ്ങളുടെ പീഡിയാട്രിഷനോ കണ്ട് 6 മാസത്തിൽ മരുന്ന് എഴുതി വാങ്ങിക്കുക. മറിച്ച് നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ല, നിങ്ങൾ പുറത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊടുത്തില്ല, അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളില്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നിങ്ങൾ കൊടുക്കണം. നിർബന്ധമില്ല, കൊടുത്താൽ നല്ലത്. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ചും നമ്മുടെ പ്രവാസികളായ ആളുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. കാരണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പക്ഷേ കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല. ഈ സിംറ്റംസ് ഇല്ലെങ്കിൽ കൊടുക്കണം നിർബന്ധമില്ല. ഇനി മാനേജ്മെന്റ്, അതായത് ഇത്രയും പറഞ്ഞത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ്. ഇനി പറയുന്നത് നിങ്ങളുടെ കുട്ടിക്ക് വരയുടെ ശല്യം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൽ ഫസ്റ്റ് ആൻസർ ഒരു പീഡിയാട്രിഷനെ കാണിച്ച് ക്ലിനിക്കൽ ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ
അവിടെയും നമുക്ക് ഈ പറഞ്ഞ ആൽബൻഡസോൾ മരുന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ 2 ആഴ്ച ഗ്യാപ്പിൽ 2 ഡോസ് കൊടുക്കണം. അതിന്റെ കൂടെ പീഡിയാട്രിഷ്യൻ എന്തുകൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ ഈ വര വന്നത് മൂലമുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും കൂടി പീഡിയാട്രിഷ്യൻ കണ്ട് മനസ്സിലാക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടിക്ക് വിളർച്ച വന്നിട്ടുണ്ടോ, വളർച്ച കുറവ് വരുന്നുണ്ടോ, വെയിറ്റ് ഓക്കെ ആണോ, ഇത്രയും കാര്യങ്ങൾ നോക്കി അസസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ വരയുടെ ശല്യം വന്നാൽ ഒന്ന് പീഡിയാട്രിഷ്യനെ കാണിച്ച് ഇതൊക്കെ ഒന്ന് അസസ് ചെയ്യുക. മരുന്ന് 2 ആഴ്ച കൂടുമ്പോൾ എടുക്കുക, 2 ഡോസ്. അതാണ് വര വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു? കുഞ്ഞിന് വര വരാതിരിക്കാൻ എന്ത് ചെയ്യണം, വര വന്നാൽ എന്ത് ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വര മൂലം നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാവുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായി എന്നുണ്ടെങ്കിൽ മറ്റു പാരൻസിനോട് എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാരന്റിങ് പ്ലാറ്റ്ഫോമുകൾ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഇതുപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട്, തിയറി റെഫറൻസ് ബേസ്ഡ് ആയിട്ട് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലൈഡ് അടുത്ത വരുന്ന ദിവസങ്ങൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്ലൈഡ് വെച്ചുള്ള പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട